ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കണ്ടോ, 2 ടൈപ്പ് കോവയ്ക്ക കേട്ടോ. ഒരെണ്ണം ചെറിയ നീളമുള്ള ടൈപ്പും പിന്നെ വലിയ ഉരുണ്ട ടൈപ്പും. പിന്നെ ഇത് പച്ചത്തക്കാളി, കുഞ്ഞു തക്കാളികളാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ടായതാണ്. ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് പറിച്ചുകൊണ്ട് വന്നതാട്ടോ. അപ്പോൾ ഇത് പരിപ്പിട്ടിട്ട് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ കോവയ്ക്ക. പിന്നെ കറി വയ്ക്കാനായിട്ട് കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ തോരനിലേക്കും വേണം, കറിയിലേക്കും വേണം. അപ്പോൾ ഞാൻ കുമ്പളങ്ങ ആവശ്യത്തിനുള്ളത് മുറിച്ചെടുത്തിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞ് കഴുകി പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കല്ലുപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ കുമ്പളങ്ങ മോരുകറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇനി അരപ്പൊഴിച്ച് കൊടുത്താൽ മതി. അരപ്പിൻ്റെ കൂടെ ഒരു ഉള്ളിയും കുറച്ച് ജീരകം അരച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് മുകളിലേക്കൊന്നും കയറാറേ ഉണ്ടായില്ല. അപ്പോൾ കോവയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പഴുത്തൊക്കെ പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെന്നണ കാരണം സൂക്ഷിച്ചൊക്കെ വേണം കയറാൻ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാതെ കുറച്ച് കോവയ്ക്ക പഴുത്ത് പോയി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അപ്പുറത്തേക്ക് കോവക്ക അരിയാനും ഒക്കെ അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അരപ്പ് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് എൻ്റെ കയ്യിൽ മോരാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തത്. തൈരാണെങ്കിൽ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് മോരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിക്ക് ആവശ്യത്തിന്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയതാണ്, ഒക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് താളിച്ചൊഴിച്ചാൽ മതി. താളിക്കാനായിട്ട് കടുകും ഉലുവയും ഒരു കുറച്ച് കായവും ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് താളിച്ചത്. ഈ താളിപ്പിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ഒരു നല്ല ടേസ്റ്റും കിട്ടും, നല്ലൊരു വാസനയും കിട്ടും കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക് അരിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ചുമന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ കളയണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതല്ലേ. അപ്പോൾ പഴുത്ത് പോയിട്ടില്ല, നല്ല കട്ടിയൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ ഉള്ളിൽ ചുമന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അത് തോരനാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പരിപ്പ് ഞാൻ ഒറ്റ വിസിലടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോവയ്ക്ക ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഈ പരിപ്പിട്ടിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഈ എൻ്റെ കയ്യിലുള്ളത് മസൂർ ദാലാണ്. അത് ഒറ്റ വിസിലിന് തന്നെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണ പരിപ്പാണ്. തോരപ്പരിപ്പ് അല്ലെങ്കിൽ കട്ടിയുള്ള കടലപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ ഒറ്റ വിസിലിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ടാവും, എന്നാൽ അങ്ങനെ കുഴഞ്ഞും പോവാത്ത പരുവത്തിന് കിട്ടും. അപ്പോൾ ആ രീതിക്ക് ഈ തോരൻ വയ്ക്കാൻ ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. പരിപ്പ് വേറെ, കോവയ്ക്ക വേറെ, തേങ്ങ വേറെയൊക്കെ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് ഉടഞ്ഞ പാകത്തിനാണ് കേട്ടോ എൻ്റെ പരിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ടേസ്റ്റൊക്കെ സെയിം തന്നെ ആയിരിക്കും, കാണാൻ ഒന്നുകൂടി ലുക്ക് അങ്ങനെ പരിപ്പ് വേറെ വേറെ കിടക്കുമ്പോഴാണ്. അപ്പോൾ കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പും കോവയ്ക്കും എല്ലാം ഉപ്പും എല്ലാം എല്ലായിടത്തും പിടിച്ചൊക്കെ കഴിയുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇല്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ, തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള വിശേഷങ്ങളാട്ടോ. രാവിലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടെറസിന് മുകളിൽ പോയത്. അപ്പോൾ അതിന് ശേഷമുള്ള ഇതൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായി, അത് ഞാനിവിടെ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ എപ്പോഴും വീടിനകത്ത് തന്നെയുള്ള വിശേഷങ്ങളൊക്കെ ഉള്ളൂ. പിന്നെയാണെങ്കിൽ കുറേ ചെടികളൊക്കെ നടാനും പച്ചക്കറി തൈകളൊക്കെ നടാനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല, മഴയാണ്. കുറേ ചെടികളൊക്കെ ഇങ്ങനെ നശിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കാണുന്ന സങ്കടമാണ്. അത് ഒന്ന് പറിച്ച് മാറ്റി നടണം, പറിച്ച് മാറ്റി നടണമെന്ന് ഇങ്ങനെ വിചാരിക്കണതല്ലാതെ ഇതുവരെ അങ്ങോട്ട്
നമുക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ, തണുപ്പും മഴയൊക്കെ ആയിട്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ട്, കുറച്ച് അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് കുറേ വിശ്രമിച്ചതിനൊക്കെ ശേഷം അന്ന് വാങ്ങിക്കൊണ്ട് വന്ന പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇതുവരെയും പൊതിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ സ്കൂളൊക്കെ ഇപ്പോൾ തുറക്കാറായി, ഇനി സമയമില്ലല്ലോ, അപ്പോൾ വേഗം പൊതിഞ്ഞ് വയ്ക്കണം. അപ്പോൾ ഇത് കുട്ടികൾ തന്നെ പൊതിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടെൻഷനില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുകയാണ്. സ്റ്റാപ്ലറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിനി അവിടെ ഇരുന്ന് പൊതിഞ്ഞെടുത്തോളും. പുതിയ പുസ്തകങ്ങളൊക്കെ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമാണല്ലേ. എനിക്കാണെങ്കിൽ ഈ പുസ്തകങ്ങളുടെയും ബുക്കുകളുടെയൊക്കെ ആ മണം നല്ല ഇഷ്ടമാട്ടോ, പുതിയ മണം. ഞാനതിങ്ങനെ വെറുതെ ഇരുന്ന് മണത്തി നോക്കൂ. എന്നെ പോലത്തെ വട്ട ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ പഴയ സ്കൂളിലേക്ക് പോകും കേട്ടോ, പണ്ട് സ്കൂളിൽ പഠിച്ചതൊക്കെ ഓർമ്മ വരും. അങ്ങനെ അവരതവിടെ ഇരുന്ന് പൊതിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഞാൻ ചായയൊക്കെ വയ്ക്കാനായിട്ട് പോന്നു. അപ്പോൾ കുറച്ച് അവലിരിപ്പുണ്ടായി, അപ്പം എന്നാൽ അത് നനയ്ക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ ചെരുക്കി വെച്ചിട്ടുണ്ട്, ശർക്കരയൊക്കെ. അപ്പോൾ അവലും തേങ്ങയും ശർക്കരയും കൂടി നനച്ചെടുക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.